കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വന്ന വഹാബി പ്രസ്ഥാനം പുരോഗമനവാദികൾ എന്ന് അവർ പറയുന്നത് തന്നെ ഗ്രന്ഥങ്ങളൊക്കെ പരിഭാഷപ്പെടുത്തി എന്നുള്ളതാണ്. ഖുർആൻ പരിഭാഷപ്പെടുത്തി സാധാരണ ഞങ്ങൾക്ക് അവർ വായിക്കാൻ കൊടുത്തു. ആ പരിഭാഷയാണ് ഇന്ന് ഇസ്ലാമിനെ തിരിച്ചുകുത്തുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുകയാണ് എങ്കിൽ അവർ പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന് അവർ പറഞ്ഞു കൊടുത്തു. ഇത് ഖുർആനിലുള്ളതാണ്. പരിഭാഷ പ്രകാരം അത് തെറ്റല്ല. കാരണം ഖുർആനിൽ പറയുന്നു, നബിയെ പറയുക, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനാണ്, എനിക്ക് വഹയി ലഭിക്കുന്നുണ്ട് എന്ന്. വാസ്തവത്തിൽ അന്ന് ഇത് നബിയെ അവിശ്വസിച്ച ജനങ്ങളോടായി പറഞ്ഞതാണ്. അവർ ചോദിച്ചു നബിയോട്, താങ്കൾ വിവാഹം കഴിക്കുന്നു, താങ്കൾ കുട്ടികളുണ്ട്, താങ്കൾ ഓടിലേ നടക്കുന്നു, താങ്കൾ ജോലി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇതെന്ത് പ്രവാചകനാണ് എന്ന് ചോദിച്ചു. കാരണം അവർ മനസ്സിലാക്കിയത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാത്ത ഒരു പ്രത്യേക വ്യക്തിയാണെന്നാണ് അവർ അന്ന് ധരിച്ചു വെച്ചത്. അപ്പോൾ അവരോടാണിത് പറഞ്ഞത്. ഈ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് ഈ പരിഭാഷ വായിക്കുന്ന ആളുകൾക്ക് ശരിക്കും മനസ്സിലാവില്ല. കാരണം അവർ സാധാരണ മനുഷ്യൻ എന്ന ആ ഒരു വാക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. മാത്രമല്ല, ഈ തിരക്കിനിടയിൽ വഹയി ലഭിക്കുന്നുണ്ട് എന്ന ആ വാക്യം പോലും മറന്നുപോയി. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളും ഒരു പരിധിവരെ അമുസ്ലിങ്ങളുമൊക്കെ നബിയിൽ അന്ന് വരെ നബിയെ മനസ്സിലാക്കിയതിന് എതിരാണ് നബി എന്ന് മനസ്സിലാക്കി. ഇതാണ് ഈ നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ ശരീരത്തിൽ ആദ്യമായി അവർ കത്തിവെച്ചത്. അങ്ങനെയെങ്കിൽ എന്താ നബിക്ക് പ്രത്യേകത എന്ന് എല്ലാവരും ചോദിക്കുകയുണ്ടായി. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി നബിക്കെതിരെയുള്ള എല്ലാ പരാമർശങ്ങളും. അവസാനം അവർ തന്നെ പറഞ്ഞു, 40 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ അന്ന് ജീവിച്ചിരുന്ന സാധാരണ പയ്യനാണെന്ന് വരെ പറഞ്ഞു കളഞ്ഞു. അപ്പോൾ പൊതുവെ നബിയുടെ ജീവിത രീതിയും ജനന പ്രവർത്തനവും അതുപോലെ തന്നെ അൽ അമീൻ എന്ന പേരും മറ്റുമൊക്കെ സംഭവിച്ച നബിയെ ഒരു മഹാത്മാവായിട്ടാണ് കരുതിയിരുന്നത് എങ്കിൽ സാധാരണ മനുഷ്യൻ നമ്മളെ മനുഷ്യൻ പോലെയായി. പിന്നെ നബിക്കെന്ത് പ്രത്യേകത? അതിൽ നിന്നാണ്ട് തുടങ്ങിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന സർവ്വ കോലാഹലങ്ങൾക്കും കാരണമായത്. ഇന്ന് മുസ്ലിം സുഹൃത്തുക്കൾ ഇസ്ലാമിനെ പേടിക്കുന്നു, ഭയക്കുന്നു. കാരണം നബി ജീവിതത്തിൻ്റെ പച്ചയായ അർത്ഥം മനസ്സിലാകാതെയുള്ള അർത്ഥം അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതിന് കാരണക്കാരായതാണ് നമ്മൾ വഹാബികൾ. അവർ ഇസ്ലാം ദീനിന് കേരളത്തിലെങ്കിലും ചെയ്ത മഹത്തായ പ്രവർത്തനം തന്നെയാണ് ഇത് എന്ന് കാണാൻ പറ്റില്ല.